ഓം ശാന്തി. 28/9/69 മുരളിയുടെ സാരം. പൂരെ കോഴ്സ് കാ സാർ കഥനി കർണി ഏക് കരോ. മുഴുവൻ കോഴ്സിൻ്റെയും സാരം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരേപോലെയാകും. ചൊല്ലും ചെയ്തിയും ഒരേപോലെയാക്കും. കിസ് രൂപമേ മുലാഖാത്ത് കർ രഹേ ഹോ. ഏത് രൂപത്തിലാണ് നിങ്ങൾ മിലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവ്യക്ത രൂപസേ വ സ്നേഹ രൂപസേ വ ശക്തി രൂപസേ. അവ്യക്ത രൂപത്തിലാണോ, അതോ സ്നേഹരൂപത്തിലാണോ, അതോ ശക്തി രൂപത്തിലാണോ? ഏത് രൂപത്തിലാണ് നിങ്ങൾ ബാബയുമായി മിലനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. बाप रूप से तो मुलाकात कर ही रहे हो, लेकिन स्नेह रूप में व शक्ति रूप में व അവ്യക്ത रूप में. അച്ഛൻ്റെ രൂപത്തിൽ നിങ്ങളെന്നെ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ രൂപത്തിലാണോ, ശക്തിയുടെ രൂപത്തിലാണോ, അതോ അവ്യക്ത രൂപത്തിലാണോ ബാബയെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മിലനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബാബ ചോദിക്കുകയാണ്. വർത്തമാൻ കോൺസ വിശേഷ രൂപ ഹെ. വർത്തമാന സമയത്ത് വിശേഷിച്ച് ഏത് രൂപമാണ്? സാരേ ദിൻ മേ ഇൻ തീനോ രൂപോ മേ സെ ജ്യാദാ കോൺസ രൂപ രഹത ഹെ. മുഴുവൻ ദിവസവും ഈ 3 രൂപങ്ങളിൽ വെച്ച് കൂടുതൽ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത്? ബാബ എടുത്ത് ചോദിക്കുകയാണ്. ഈ ദിവസം മുഴുവനും ഈ പറഞ്ഞ രീതിയിൽ സ്നേഹത്തിൻ്റെ രൂപത്തിലാണോ കൂടുതലിരിക്കുന്നത്, അതോ ശക്തിയുടെ രൂപത്തിലാണോ കുട്ടികളിരിക്കുന്നത്, അതോ അവ്യക്ത രൂപത്തിലാണോ കൂടുതൽ സമയം സ്ഥിതി ചെയ്യുന്നത്? ഏത് രൂപത്തിലാണ് കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇൻ തീനോമേസെ ശ്രേഷ്ഠ കോൻസാ ഹെ. ഇനി ബാബ ചോദിക്കുകയാണ്, ഈ 3 രൂപങ്ങളിൽ ഏത് രൂപമാണ് ഏറ്റവും ശ്രേഷ്ഠം? അവിടെ ഇരുന്നവർ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള സമാചാരം കേൾപ്പിച്ചു. അബ് സിർഫ് പ്രശ്ന പൂछते हैं फिर स्पष्ट करेंगे. അപ്പം ബാബ പറയണം, ഇപ്പം ഞാൻ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ, ഉത്തരം പിന്നെ ഞാൻ സ്പഷ്ടമാക്കാമെന്ന്. അബ് സബിനെ ജോ എക്സ്ട്രാ ട്രെയിനിങ് കോഴ്സ് ലിയാ ഹെ, इसमें सबसे पावरफुल पॉइंट कौन सी ली है जो पॉइंट विघ्नों को 1 सेकंड में ख़त्म कर दे. ഇപ്പോൾ എല്ലാവരും എക്സ്ട്രാ ട്രെയിനിങ് കോഴ്സ് എടുത്തല്ലോ. ഇതിൽ ഏറ്റവും പവർഫുൾ പോയിൻ്റ് ഏതാണ് എടുത്തത്? അതായത് വിഘ്നങ്ങളെ 1 സെക്കൻഡിൽ ഇല്ലാതാക്കുന്ന പോയിൻ്റ് ഏതാണ്? നല്ല ചോദ്യമാണ് ബാബ ചോദിക്കുന്നത്. അതായത് സ്പെഷ്യലായിട്ട് എക്സ്ട്രാ കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബാബയുടെ മുന്നിലിരിക്കുന്ന ഗ്രൂപ്പ്. അപ്പോൾ അതുകൊണ്ട് ബാബ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എക്സ്ട്രാ ട്രെയിനിങ് ഇപ്പോൾ എടുത്തല്ലോ, അതിൽ തന്നെ ഏതൊരു പോയിൻ്റാണ് നിങ്ങൾ പ്രത്യേകം തന്നിൽ നോട്ട് ചെയ്തിരിക്കുന്നത്, ധാരണ ചെയ്തിരിക്കുന്നത്? അതായത് ആ പോയിൻറ്റിലൂടെ എല്ലാ വിഘ്നങ്ങളും പെട്ടെന്ന് തന്നെ ഇല്ലാതാകണം. ഹരേക്കിനെ ഭിന്ന ഭിന്ന പോയിൻ്റ് तो सुनाई. अब जिन्होंने भी पॉइंट सुनाई है वो फिर भी अपना अनुभव लिख भेजे कि इस पॉइंट को यूज़ करने से कितने समय में विघ्न दूर हुआ. അപ്പോൾ ഓരോരുത്തരും പല പല പോയിൻ്റ് ബാബയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ബാബ അത് കേട്ടിട്ട് പറയുകയാണ്, ആരെല്ലാം ഇപ്പോൾ പോയിൻ്റ് കേൾപ്പിച്ചു അവർ പിന്നെ പോയതിന് ശേഷം അനുഭവം എഴുതി അയക്കണം ബാബയ്ക്ക്. ഈ പോയിൻ്റ് ഞാൻ യൂസ് ചെയ്തതിലൂടെ എത്ര സമയം കൊണ്ട് എൻ്റെ വിഘ്നം ദൂരെയായി. വിഘ്നങ്ങളെ ദൂരെയാക്കുന്നതിനുള്ള പോയിൻ്റാണ് ബാബ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ് നിങ്ങൾ നോട്ട് ചെയ്തത്? അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ കേൾപ്പിച്ചു. അത് കേട്ടിട്ട് ബാബ പറയുകയാണ്, ഇനി എനിക്ക് അനുഭവം നിങ്ങൾ എഴുതി അയക്കണം. ഈ പർട്ടിക്കുലർ പോയിൻ്റ് ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ വിഘ്നം ഇത്ര സമയം കൊണ്ടില്ലാതായി.
जैसे कोई दवाई एक यूज़ करके देखता है, फिर अनेकों को उसका लाभ लेने में सहज होता है. അപ്പോൾ ഇതുപോലെ ഒരു മരുന്ന് ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലൂടെ എത്രമാത്രമാണ് രോഗം ഭേദമാകുന്നത്, അതിനനുസരിച്ച് അനേകം പേർക്ക് അതിൻ്റെ ലാഭം എടുക്കാൻ എളുപ്പമാണ്. तो ये सब भिन्न भिन्न पॉइंट जो निकली हैं, उन सब का सार 2 शब्दों में याद रखूं जिसमें आपकी सब बातें आ जाए. അപ്പോൾ ഏതെല്ലാം ഭിന്ന ഭിന്ന പോയിൻ്റാണോ ഇപ്പോൾ വന്നത്, അതിൻ്റെ എല്ലാം സാരം 2 ശബ്ദങ്ങളിൽ ഓർമ്മ വയ്ക്കൂ. ജിസ്മേ ആപ്കി സബ് ബാത്തേ ആ ജായ്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ 2 ശബ്ദങ്ങളിൽ വരണം. അങ്ങനെയുള്ള 2 ശബ്ദത്തിലേക്ക് ആ എല്ലാ പോയിൻറ്റ്സും ഒതുക്കാൻ ബാബ പറയാണ്. യഹി ജോ അബ് കോഴ്സ് കിയ ഹേ उसका मुख्य सार 2 अक्षरों में याद रखना कि जो कहते हैं वो करना है. അപ്പോൾ ഇവർ എക്സ്ട്രാ കോഴ്സ് എടുക്കുകയായിരുന്നു. അപ്പോൾ ആ കോഴ്സിൻ്റെ സാരം ഇതാണ്. ഇത്രയും ദിവസം പഠിച്ചതിൻ്റെ സാരം, മുഖ്യമായിട്ടുള്ള പോയിൻ്റ് 2 ശബ്ദത്തിൽ ഓർമ്മയിൽ വയ്ക്കണം. എന്ത് ഞാൻ പറയുന്നുവോ അത് ഞാൻ ചെയ്തിരിക്കണം. ജോ കേത്തേ ഹോ വോ കർണ ഹേ. എന്ത് ഞാൻ പറയുന്നു അത് ഞാൻ ചെയ്തിരിക്കും. ഈ മഹാവാക്യം ഓർമ്മയിൽ വയ്ക്കണം. कहते हैं हम ब्रह्मा कुमारी हैं, हम बाप दादा के बच्चे ആജ്ഞാകാരി മദദ്ഗാർ हैं. നമ്മൾ പറയുന്നുണ്ട്, ഞാൻ ബ്രഹ്മകുമാരിയാണ്, ബാപ് ദാദായുടെ കുട്ടി, ആജ്ഞാകാരിയാണ്, വിശ്വസ്തരാണ്, സഹയോഗിയാണ്. जो भी बातें कहते हो वो प्रैक्टिकल करना है. എന്ത് കാര്യം നിങ്ങൾ പറയുന്നു അത് പ്രാക്ടിക്കൽ ചെയ്യണം. कहना अर्थात करना. कहने और करने में अंतर नहीं हो. പറയുക എന്ന് പറഞ്ഞ അർത്ഥം ചെയ്യണം. പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ അന്തരം ഉണ്ടാകരുത്. എന്തു പറയുന്നുവോ അത് ചെയ്യുക തന്നെ വേണം. യഹി ആപ്കെ കോഴ്സ് കാ സാർ ഹെ. ഇതാണ് നിങ്ങളുടെ കോഴ്സിൻ്റെ സാരം. കോഴ്സിൻ്റെ സാരം ജോ കേത്തേ ഹോ വോ കർണ ഹെ. അതുതന്നെയാണ് മുരളിയുടെ സാരമായിട്ട് ബാബ പറഞ്ഞത്. കഥനി ഔർ കർണി ഏക് കരോ. എന്ത് പറയുന്നു അത് തന്നെ പ്രാവർത്തികമാക്കൂ. ചൊല്ലും ചെയ്തിയും ഒരുപോലെയാക്കൂ. कहते तो आप कई वर्षों से हो, विकार बुरी चीज़ है, औरों को भी सुनाते हो, लेकिन खुद घर गृहस्थी में न्यारा होकर नहीं चलते हो. നിങ്ങൾ പല വർഷങ്ങളായിട്ട് പറയുന്നുണ്ടെന്ന് വികാരം മോശമായിട്ടുള്ളതാണ്, മറ്റുള്ളവരോടും കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്, എന്നാൽ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് ഇതിൽ നിന്ന് വേറിട്ട് നിങ്ങൾ ജീവിക്കുന്നില്ല. ബാബ എടുത്തിരിക്കുന്ന കുടുംബസ്ഥരാണ് പ്രത്യേകിച്ചും. അപ്പോൾ അതുകൊണ്ട് ബാബ ഓർമ്മിപ്പിക്കുകയാണ്, അനേക വർഷങ്ങളായി നിങ്ങൾ ലോകത്തോടും പറയുന്നുണ്ട് വികാരം മോശമാണ്, പക്ഷേ കുടുംബത്തിൽ ഇരുന്നു കൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് വേറിട്ട് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ. तो अपना ही कहना और करना बदल जाता है. അപ്പോൾ സ്വയം തന്നെ പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ മാറ്റമുണ്ടല്ലോ. इसलिए आज से यह बात याद रखो, जो कहेंगे सो करेंगे. അതുകൊണ്ട് ഇന്ന് മുതൽ ഈ കാര്യം ഓർമ്മയിൽ വയ്ക്കൂ, ഞാൻ എന്തു പറയുമോ അത് തന്നെ ചെയ്യും. എന്ത് ഞാൻ പറയുമോ അത് തന്നെ ചെയ്യും. ഈ കാര്യം ഇന്ന് മുതൽ കുട്ടികൾ ഓർമ്മയിൽ വയ്ക്കാൻ ബാബ ഓർമ്മിപ്പിക്കുകയാണ്. ജോ ബി സോച്ചത്തെ ഹോ അഥവാ ദുനിയാ കോ ബി ജോ കേത്തെ ഹോ വോ കർക്കെ ദിഖാനാ ഹെ. എന്തെല്ലാം ചിന്തിക്കുന്നുണ്ടോ അഥവാ ലോകത്തോട് എന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം ചെയ്ത് കാണിക്കണം. സിർഫ് കഹനാ ഹി നഹി കർനാ ഹെ. വെറും പറഞ്ഞാൽ മാത്രം പോരാ, ചെയ്യണം. ബാബ പറയുകയാണ്, പറഞ്ഞാൽ മാത്രം പോരാ, കുട്ടികൾ ചെയ്യുകയും കൂടി വേണം. अब सर्विस जो रही है वो कहने से नहीं होगी, लेकिन अपनी करनी से होगी.
ഇപ്പോൾ സർവീസ് ഏതാണോ അവശേഷിക്കുന്നത് അത് പറയുന്നതിലൂടെ മാത്രം നടക്കില്ല, അത് ചെയ്യുന്നതിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം ബാബു പറയണം, അവശേഷിക്കുന്ന സേവനം പറയുന്നത് കൊണ്ട് മാത്രം നടക്കുകയില്ല, അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അവശേഷിക്കുന്ന സേവനം പൂർത്തിയാകുകയുള്ളൂ. കഥനി കർണി ഔർ രഹിനി कहते हैं ना. ഇത് പറയുന്നതും പ്രവർത്തിക്കുന്നതും അതേപോലെ ജീവിത രീതിയും എന്ന് പറയാറുണ്ടല്ലോ. तो कथनी करनी और रहनी तीनों ही एक हो तब कर्माതീത अवस्था में जल्दी से जल्दी पहुँच सकेंगे. അപ്പോൾ പറയുന്നതും അതേപോലെ ചെയ്യുന്നതും തൻ്റെ ജീവിത രീതികളും എല്ലാം ഒരേപോലെയാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കർമാതീത അവസ്ഥയിൽ എത്താൻ കഴിയും. നമ്മുടെ ലക്ഷ്യം കർമാതീത അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് വളരെ പെട്ടെന്ന് കർമാതീത അവസ്ഥയിൽ എത്തുന്നതിനുള്ള വഴി ബാബ പറഞ്ഞു തരികയാണ്. ലോകത്തോട് നമ്മൾ വികാരം മോശമാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ വികാരത്തിൻ്റെ അംശം പോലും ഉണ്ടാകാൻ പാടില്ല. കുടുംബത്തിൽ ജീവിച്ചുകൊണ്ടും നമ്മൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കേണ്ടവരാണ്, അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടവരാണ്. ബാബയുടെ മക്കൾ കൂടുതലും കുടുംബസ്ഥരാണല്ലോ. അപ്പോൾ വീണ്ടും വീണ്ടും ബാബ അവരെ ഉപദേശിക്കുകയാണ്. അത് നിങ്ങൾ ഇനിയും തൻ്റെ പറച്ചിലും അതേപോലെ തന്നെ പ്രവൃത്തിയും തൻ്റെ ജീവിത രീതിയും ഒരേപോലെയാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കർമാതീത സ്ഥിതിയിൽ വരാം. അതാണ് അവശേഷിക്കുന്ന സേവനം. അവശേഷിക്കുന്ന സേവനം വാ കൊണ്ട് പറയുന്നത് കൊണ്ട് മാത്രം നടക്കില്ല, അത് പ്രാക്ടിക്കൽ കർമ്മത്തിൽ കൂടി മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ബാബ ഈ സമയത്ത് നമ്മളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമയം യഹ് ചെക്ക് കരോ, ജോ കേത്തി ഹും വോ കർത്തി ഹും. ഈ സമയത്ത് ഇത് ചെക്ക് ചെയ്യൂ, ഞാൻ എന്തു പറയുന്നു അത് ഞാൻ ചെയ്യുന്നുണ്ടോ. कहते हो हम सर्वशक्तिमान की संतान हैं और करते क्या हो. പറയുന്നുണ്ടല്ലോ ഞാൻ സർവശക്തിമാൻ്റെ സന്താനമാണ്, പക്ഷെ ചെയ്യുന്നത് എന്താണ്. കംജോരി കി ബാത്, ശക്തിഹീനതയുടെ കാര്യങ്ങളല്ലേ നിങ്ങൾ പറയുന്നത്. ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ മാസ്റ്റർ സർവശക്തിമാനാണെന്ന് പറയുന്ന നിങ്ങൾ പലപ്പോഴും പ്രാക്ടിക്കൽ വരുമ്പോൾ ശക്തിഹീനതയുടെ കാര്യങ്ങളല്ലേ പറയാറുള്ളത്. അപ്പം അതുകൊണ്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരേപോലെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആജ് സെ യഹ് പക്കാ കരൂങ്കി ജോ കഹൂങ്കി സോ കരൂങ്കി. ഇന്ന് മുതൽ ഇത് പക്ക ആക്കൂ, ഞാൻ എന്തു പറയുന്നു അത് ഞാൻ ചെയ്യും. ജോ ഖുദ് ഐസെ ബനേങ്കി ഉൻകോ ദേഖ് കർ ഔർ ഫി ആപ്പേ ഹി കരേങ്കി. ആരാണോ സ്വയം അങ്ങനെ ആകുന്നത് അവരെ നോക്കി മറ്റുള്ളവരും സ്വയം തന്നെ അങ്ങനെയാകും. ആപ്കോ മെഹനത്ത് കർണേക്ക് ജരൂരത്ത് നഹി രഹേങ്കി. നിങ്ങൾക്ക് പരിശ്രമിക്കേണ്ട ആവശ്യം വരികയില്ല. अब तक तो यही उलझने मिलते रहते हैं कि कहते एक हैं करते तो दूसरा हो. ഇപ്പോൾ വരെ ഈ പരാതികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പറയുന്നതൊന്നും ചെയ്യുന്നത് മറ്റൊന്നുമാണ്. ഉൽഹനോങ്കോ ഖതം കർണ ഹേ. ബാബു പറയാണ്, പരാതികളെ പരിഭവങ്ങളെ ഇല്ലാതാക്കണം. ഉൽഹന ഖതം ഹോ तो फिर क्या बन जाएंगे. ബാബു പറയാണ്, ഇങ്ങനെയുള്ള പരാതികൾ അല്ലെങ്കിൽ കുറവുകൾ ഇല്ലാതായിത്തീരുമ്പോൾ എന്തായിത്തീരും. അള്ളാ ബൻ ജായെങ്കെ. ഉൽഹന അള്ളാഹ്. ബാബ പ്രാസോപ്പിച്ച് പറയുകയാണ്, അതായത് പരാതികൾ അല്ലെങ്കിൽ കുറവുകൾ ഇല്ലാതായിത്തീരുമ്പോൾ ഉയർന്നവരായിത്തീരും, അള്ളാഹുവായിത്തീരും, ഈശ്വരന് സമാനമായിത്തീരും. ജിത്തന അള്ളാ ബനേങ്കെ तो फिर न चाहते हुए नाम वाला होंगे. എത്രമാത്രം ഉയർന്നവരാകുന്നു അത്രയും ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഉയരാൻ തുടങ്ങും, പേര് പ്രശസ്തമാകും. ആഗ്രഹിക്കുന്നില്ല എങ്കിലും പേര് പ്രശസ്തമാകാൻ തുടങ്ങും ഉയർച്ചയ്ക്കനുസരിച്ച്. ഉയർച്ചയുണ്ടാകണമെങ്കിൽ എന്താണോ ഞാൻ പറയുന്നത് അതേപോലെ തന്നെ പ്രവർത്തിക്കാനും പഠിക്കൂ. അതാണ് ബാബ ഇന്ന് മുരളിയിലെ കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്.
എന്ത് പറയുന്നു അതേപോലെ ചെയ്യാൻ നമ്മൾ പഠിക്കും. तो किए हुए कोर्स की यही शिक्षा है. मुख्य सार सबसे कौभानक मनुष्य कौन सा होता है जिसे सब डर जाते हैं. सबसे कौभानक मनुष्य कौन सा होता है जिससे सब डर जाते हैं. दुनिया की बात तो दुनिया में रही, लेकिन इस देवी परिवार के अंदर सबसे कौभानक नुकसानकारक वो है जो अंदर एक और बाहर से दूसरा रूप रखता है. ചെയ്തിട്ടുള്ള കോഴ്സിൻ്റെ അഥവാ ശിക്ഷണത്തിൻ്റെ മുഖ്യസാരം ഏറ്റവും ഭയാനകമായ മനുഷ്യർ ആരാണ്? അവരെ എല്ലാവരും ഭയക്കും. ലോകത്തിൻ്റെ കാര്യം അത് ലോകത്തിരിക്കട്ടെ, എന്നാൽ ഈ ദൈവീക കുടുംബത്തിലും ഏറ്റവും ഭയാനകമായ കുഴപ്പക്കാർ അവരാണ്. ആരാണോ അകത്തൊന്നും പുറത്തൊന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാബ ഈശ്വരീയ കുടുംബത്തിലെ ഭയാനകമായ സ്വഭാവം, ഏറ്റവും മോശമായ സ്വഭാവം, എല്ലാവരും ഭയക്കുന്ന സ്വഭാവക്കാരാരാണ് എന്നാണ് ബാബ ചോദിക്കുന്നത്. അതായത് അവർ അകത്തൊന്ന് വെച്ചുകൊണ്ട് പുറമെ മറ്റൊന്ന് പ്രവർത്തിക്കുകയാണ്. അവരെല്ലാവരും ഭയക്കും എന്ന് ബാബ പറയുകയാണ്. वो परनिंदक से भी जास्ती कौफानक है. അവർ പരനിന്ദനം ചെയ്യുന്നവരെക്കാൾ അപകടകാരികളാണ്. അകത്തൊന്നും പുറത്തൊന്നും അഭിനയിക്കുന്നവർ. क्योंकि वो कोई के नज़दीक नहीं आ सकता, स्नेही नहीं बन सकता. എന്തുകൊണ്ടെന്നാൽ അവർക്കൊരിക്കലും ആരുടെയും അടുത്ത് വരാൻ കഴിയുകയില്ല, ആരുടെയും സ്നേഹിയാകാൻ കഴിയുകയില്ല. അകത്തൊന്ന് വെച്ച് പുറമെ മറ്റൊന്ന് പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും ആരുടെയും സ്നേഹിയാകാൻ കഴിയുകയില്ല, ആരുടെയും സമീപത്ത് വരാൻ കഴിയുകയില്ല. അവർ വളരെ അപകടകാരികളാണ് എന്ന് ബാബ പറയുകയാണ്. उससे सब दूर रहने की कोशिश करेंगे. അവരിൽ നിന്ന് അകലുന്നതിന് വേണ്ടി എല്ലാവരും പരിശ്രമിക്കും. इसलिए इस भट्टी में आप लोगों को यही शिक्षा मिली. അതുകൊണ്ട് ഈ ഭട്ടിയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഈ ശിക്ഷണം കിട്ടി. इसको सच्चाई और सफाई कहा जाता है. ഇതിനെ തന്നെയാണ് സത്യതയെന്നും ശുദ്ധതയെന്നും പറയുന്നത്. അതായത് അകത്തെന്താണോ അത് തന്നെ പുറത്തും കാണിക്കുക. പുറത്തൊന്നും അകത്ത് വേറൊന്നും ഒരിക്കലും കാണിക്കരുത്. അത് സത്യതയുടെയോ ശുദ്ധതയുടെയോ ലക്ഷണമല്ല. സഫായി കിസ് ബാത്തുമേ സച്ചായി കിസ് ബാത്തുമേ ഇസ്കാ ഭി ബഡാ രഹസ്യ ഹൈ. സത്യത ഏത് കാര്യത്തിലാണ്, സഫായി ഏത് കാര്യത്തിലാണ്, ശുദ്ധത ഏത് കാര്യത്തിലാണ്, ഇതിൻ്റെയും വളരെ ആഴമായ രഹസ്യമുണ്ട്. ഇത് സാധാരണ തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള 2 ഗുണങ്ങളാണ് സത്യതയും ശുദ്ധതയും. അപ്പോൾ അതിൻ്റെ ആഴങ്ങളെക്കുറിച്ചാണ് ഇന്ന് ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. സച്ചായി जो करे वो ही वर्णन करे, जो सोचे वही वर्णन करे. അപ്പോൾ സത്യത എന്നതിനെയാണ് പറയുന്നത്. എന്ത് ചെയ്യുന്നു അത് തന്നെ വർണ്ണിക്കുക, എന്ത് ചിന്തിക്കുന്നു അത് തന്നെ വർണ്ണിക്കുക. ബനാവട്ടി രൂപനഹി, കൃത്രിമ രൂപമാകരുത്. ഇത് ചിന്തിക്കുന്നതൊന്നും പറയുന്നത് വേറൊന്നും ആകരുത്, കൃത്രിമമാകരുത്. ചെയ്യുന്നതൊന്നും വർണ്ണിക്കുന്ന വേറൊന്നും ആകരുത്. രണ്ടും ഒരേപോലെയാകണം. അതാണ് സത്യത. മനസ്സ വാച കർമ്മണ തീനോ രൂപമേ ചാഹി. മനസ്സ വാച കർമ്മണ 3ഉം ഒരേപോലെ ആയിരിക്കണം. എന്ത് ചിന്തിക്കുന്നു അത് തന്നെ ശബ്ദങ്ങളിലും കർമ്മത്തിലും വരണം. അതാണ് സത്യത. अगर मन में कोई संकल्प उत्पन्न होता है तो उसमें भी सच्चाई चाहिए.
മനസ്സിലേതെങ്കിലും സങ്കല്പങ്ങൾ ഉയരുന്നുവെങ്കിൽ അതിലും സത്യത വേണം. സഭായി अंदर में कोई भी विकल्प का किचरा नहीं हो, कोई भी भाव स्वभाव पुराने संस्कारों का भी किचड़ा न हो. ഇനി ശുദ്ധത എന്താണെന്ന് ബാബ വിശദീകരിക്കുകയാണ്. മനസ്സിനുള്ളിൽ ഒരു വികല്പത്തിൻ്റെയും കിച്ചട ഉണ്ടാകരുത്, അഴുക്കുണ്ടാകരുത്. ആവശ്യമില്ലാത്ത സങ്കല്പങ്ങൾ, വ്യർത്ഥമായിട്ടുള്ള സങ്കല്പ വികല്പങ്ങളുടെ അഴുക്കുണ്ടാകരുത്. ഭാവ സ്വഭാവം അതുപോലെ പഴയ സംസ്കാരങ്ങളുടെ അഴുക്ക് ഉണ്ടാകരുത്. അതായത് നമുക്കൊരാളുടെ സ്വഭാവം ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാവവ്യത്യാസങ്ങളിൽ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ വ്യർത്ഥമായിട്ടുള്ള പഴയ സ്വഭാവ സംസ്കാരങ്ങളുടെ അഴുക്കുകൾ മനസ്സിലുണ്ടെങ്കിൽ ശുദ്ധത ഉണ്ടാവില്ലല്ലോ. അപ്പം മനസ്സിൻ്റെ ശുദ്ധത എന്ന് പറയുമ്പോൾ ബാബ വളരെ സ്പഷ്ടമാക്കി തരികയാണ്. സ്വഭാവങ്ങളുടെയോ പഴയ സംസ്കാരങ്ങളുടെയോ ഒന്നും തന്നെ അഴുക്ക് മനസ്സിൽ ഉണ്ടാകാത്ത അവസ്ഥയാണ് ശുദ്ധത. जो ऐसी सफाई वाला होगा वो ही सच्चा होगा, और जो सच्चा होता है उसकी परख क्या होती है. ആരാണോ ഈ രീതിയിൽ ശുദ്ധതയുള്ളവർ അവർ തന്നെയാണ് സത്യതയുള്ളവർ. ആരാണോ സത്യമായിട്ടുള്ളത് അവരെ എങ്ങനെ തിരിച്ചറിയാം? जो सच्चा होगा वह सबका प्रिय होगा, उसमें भी सबसे पहले तो वह प्रभु प्रिय होगा, सच्चे पर साहेब राजी होता है. ആരാണോ സത്യമായിട്ടുള്ളത് അവരെല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അതിൽ തന്നെയും ഏറ്റവും കൂടുതൽ അവരെ പ്രഭുവിന് ഇഷ്ടമായിരിക്കും. കാരണം സത്യമായിട്ടുള്ള മനസ്സുള്ളിടത്ത് യജമാനൻ അർത്ഥം ഈശ്വരൻ സന്തുഷ്ടനായിരിക്കും. ഇപ്പം ഇവിടെ ബാബ സത്യതയുടെയും ശുദ്ധതയുടെയും വിശദീകരണമാണ് ഇതുവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതായത് അകവും പുറവും ഒരേപോലെ ആയിരിക്കണം. അകത്തൊന്നും പുറത്തൊന്നും ഉള്ള വ്യക്തി വളരെ ഭയാനകമാണ്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഭയങ്കരമാണ്. അതാർക്കും ഇഷ്ടമുള്ളതല്ല. അതിന് ലൗകിക ലോകത്തായിരുന്നാലും ശരി അലൗകികത്തിലും അതും ബാബ എടുത്തെടുത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സത്യത എന്ന് പറയുമ്പോൾ ബാബ പറഞ്ഞത് എന്ത് നമ്മൾ ചെയ്യുന്നു അതതേപോലെ തന്നെ വർണ്ണിക്കുക, എന്ത് നമ്മൾ ചിന്തിക്കുന്നു അതതേപോലെ തന്നെ നമ്മൾ വർണ്ണിക്കണം, അല്ലാതെ കൃത്രിമ രൂപമാകരുത്. അതുപോലെ തന്നെ ശുദ്ധതയെക്കുറിച്ചും ബാബ പറഞ്ഞത് ഒരിക്കലും ഭാവസ്വഭാവങ്ങളുടെ പഴയ സംസ്കാരത്തിൻ്റെ അഴുക്കില്ലാത്ത ഒരു മനസ്സായി തീരണം. അങ്ങനെ വരുമ്പോൾ ആ ശുദ്ധതയുള്ളവർ തന്നെയാണ് സത്യമായിട്ടുള്ളവർ. പിന്നെ ബാബ പറഞ്ഞത് സത്യമായിട്ടുള്ളവരുടെ ലക്ഷണം എന്താണ്? സത്യമായിട്ടുള്ളവരെ എല്ലാവർക്കും പ്രിയമായിരിക്കും. പിന്നെ പ്രത്യേകിച്ചും ഈശ്വരൻ അവരെ വളരെ ഇഷ്ടമാണ്. കാരണം സാധാരണ പറയുന്നത് തന്നെ സത്യമായ മനസ്സ് എവിടെയുണ്ടോ അവിടെ യജമാനൻ ഈശ്വരൻ സന്തുഷ്ടനാണ് എന്നാണ്. तो पहले प्रभु प्रिय होगा, फिर देवी परिवार का प्रिय होगा. ആദ്യം അവർ പ്രഭു പ്രിയരായിരിക്കും, പിന്നെ ഈശ്വരീയ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കും. ഉസ്കോ കോയി ബി ഐസി നസർ സെ നഹി ദേഖേഗ. അവരെ ആരും അങ്ങനെയുള്ള ദൃഷ്ടിയിൽ നോക്കുകയില്ല. ഉൻകി നസർ വാണി മേ ഉൻകെ കർമ്മ മേ ഐസി പരിപക്വത ഹോगी जो कभी भी न खुद भी डगमग होगा न ही दूसरों को करेगा. അവരുടെ ദൃഷ്ടിയിലും ശബ്ദത്തിലും കർമ്മത്തിലും അങ്ങനെയുള്ള പരിപക്വതയുണ്ടാകും. അതായത് ഒരിക്കലും അവർ സ്വയം കുലുങ്ങുകയോ മറ്റുള്ളവരെ കുലുക്കുകയോ ഇല്ല എന്ന്. അതായത് അവരുടെ മനസ്സ് അതുപോലെ സ്ഥിരതയുള്ളതായിരിക്കും. അതുപോലെ അവരുടെ ശബ്ദങ്ങളിലും അത്രമാത്രം സ്ഥിരതയുണ്ടായിരിക്കും. അവരെപ്പോഴും സ്ഥിരമായ മനസ്സിൻ്റെ ഉടമയായിരിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരെയും സ്ഥിരമായ മനസ്സിൻ്റെ ഉടമകളാക്കുന്നവരായിരിക്കും. ഓം ശാന്തി.